നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് മുസ്ലിം ലീഗിന്റെ SDPI ജമാഅത്തെ ഇസ്ലാമിക കൂട്ടുകെട്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. SDPIയുമായി ബന്ധമില്ല എന്നാണ് ലീഗ് നേതൃത്വം വിശദീകരിച്ചത്. എന്നാൽ SDPIയുമായി മുസ്ലിം ലീഗ് കൂട്ടുകൂടുന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. സംഭവത്തിൽ നവമാധ്യമങ്ങൾ ഉൾപ്പെടെ വിമർശനം തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗ് നേതാവ് SDPI പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് വിവാദമായത്. കോഴിക്കോട്ട് വടകരയിൽ SDPI സംഘടിപ്പിച്ച സെമിനാറിലാണ് ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MC ഇബ്രാഹിം പങ്കെടുത്തത്. വടകരയിൽ SDPI സംഘടിപ്പിച്ച വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സെമിനാറിൽ പ്രത്യേക ക്ഷണിതാവായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MC ഇബ്രാഹിം. പരിപാടിയിൽ പങ്കെടുത്തത് വിവാദമായതോടെ വഖഫ് മദ്രസ സംരക്ഷണ സമിതി എന്ന നിലയിലാണ് തന്നെ ക്ഷണിച്ചതെന്നും അതിനാലാണ് പങ്കെടുത്തത് എന്നുമായിരുന്നു ഇബ്രാഹിമിന്റെ വിശദീകരണം. എന്നാൽ വിഷയത്തിൽ ലീഗ് നേതൃത്വം പ്രതികരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയമായി വിമർശിച്ചത്. സാദിഖ് അലി തങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ജമാഅത്തെ ഇസ്ലാമിയുടെ SDPIയുടെയും വർഗീയ തീവ്രവാദ ഭാഷയുമായി മുസ്ലിം ലീഗ് CPMന്റെ അടുത്തേക്ക് വരരുതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. CPM നെടുവത്തൂർ ഏരിയ കമ്മിറ്റിയുടെ പുതിയ ആസ്ഥാന മന്ദിരം EMS ഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാണക്കാട് കുറെ തങ്ങളുമാരുണ്ട്. ആ തങ്ങളുമാരെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ചാണ്. സാദിഖ് അലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി വരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഘട്ടത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമിയോട് നിന്നിട്ടുണ്ടോ? ജമാഅത്ത് ഇസ്ലാമിയോട് SDPIയോടും ഇതുപോലുള്ള സമീപനം ഏതെങ്കിലും കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടോ? ആ നിലപാട് ലീഗ് സ്വീകരിക്കുന്നതിൽ സാദിഖ് അലി തങ്ങൾക്ക് ഉത്തരവാദിത്വവും പങ്കും ഇല്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യമാണോ അത്? അപ്പോൾ സ്വാഭാവികമായും ഞങ്ങളുടെ വീക്ഷണം അവതരിപ്പിക്കില്ലേ? സാദിഖ് അലി തങ്ങളെ കുറിച്ച് പറയേണ്ടത് പറയുകയില്ലേ? അത് പറയാൻ പാടില്ലെന്ന് ലീഗിലെ ചില നേതാക്കൾ പറഞ്ഞാൽ അത് ഈ നാട്ടിൽ ചെലവാകുമോ? ആരെങ്കിലും അംഗീകരിക്കുമോ? ഞാൻ പറഞ്ഞതിനോട് വന്ന പ്രതികരണങ്ങളുടെ ഭാഷ തീവ്രവാദികളുടെ ഭാഷയാണ്. തീവ്രബന്ധത്തിന്റെ ഭാഗമായി തീവ്രവാദ ഭാഷയും കരസ്ഥമാക്കാൻ ലീഗിലെ ചിലർ നിൽക്കരുത്. വർഗീയവാദിയുടെ സ്വഭാവത്തിന്റെ ഭാഷ സ്വീകരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. അത് ഗുണം ചെയ്യില്ല. ഞങ്ങൾ എല്ലാ കാലത്തും വർഗീയതയ്ക്ക് എതിരാണെന്നും പിണറായി വ്യക്തമാക്കി. ഒറ്റപ്പാലം തിരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിലാണ് സംഘപരിവാർ ബാബറി മസ്ജിദ് തകർത്തത്. അന്നു രാജ്യത്താകമാനം മുസ്ലിങ്ങൾ പ്രതിഷേധിച്ചു. അന്നു കേരളത്തിൽ ലീഗ് കോൺഗ്രസിനൊപ്പം അധികാരത്തിലാണ്. ഭരണത്തിൽ നിന്നു വിട്ടുനിൽക്കണമെന്ന് കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്നും ലീഗ് അണികളിൽ വികാരമുയർന്നു. പക്ഷേ ലീഗിന് പ്രാധാന്യം മന്ത്രിസ്ഥാനമായിരുന്നു. തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കോൺഗ്രസിന് വിരുദ്ധ വികാരമായപ്പോൾ അതും ശമിപ്പിക്കാൻ അന്നത്തെ പാണക്കാട് തങ്ങൾ ഒറ്റപ്പാലത്ത് കൊണ്ടുവന്നു. SDPI മുസ്ലിം ലീഗ് ബന്ധത്തിലെ കൂടുതൽ തെളിവുകളാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്.